അന്നങ്ങനെ ഒരുപാട് വേദനിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്കിപ്പോൾ മറക്കാൻ പറ്റണില്ല. സാറില്ല സാബിയെ, കുട്ടികളില്ലാത്തതിൻ്റെ പേരിലല്ലേ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പിന്നെ ഇതെല്ലാം അറിഞ്ഞോണ്ടല്ലേ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഇവിടെ നിന്ന് ഇറങ്ങേണ്ടിയും വരില്ല. പിന്നെ പഴയതൊക്കെ മറന്നിട്ട് ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ആ ഇക്ക ജിസ്നെ വിളിച്ചിരുന്നു കേട്ടോ, കുറേ സംസാരിച്ചു. ആ തന്നെ, എന്തേള് പറഞ്ഞു? ആ ഓള് പറയാണേ ഒരു മാസം ഓളൊപ്പം പോയി നിൽക്കാന് ദുബായില്. ആ എന്നിട്ട് ഈ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, ഞാൻ ഇതുവരെ ദുബായി ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പം അപ്പനോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോകണം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. എന്തായാലും ഒരു 2-3 മാസം കഴിയട്ടെ, അപ്പോൾ കുറച്ച് തിരക്കുണ്ടായി. ആ ഹലോ, റഷീദിന്റെ വീടല്ലേ ഇത്? അതെ. ആ ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കണതേ. അപ്പൊ റഷീദിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഞാനാണ് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പൊ ജസ്റ്റ് വിവരം പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ഞാനിപ്പോ തന്നെ വരാം. എന്താ ഇക്ക പറ്റിയത്? ആ സബിയ, അത് കുഴപ്പമൊന്നുമില്ലേ, ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ. ഡോക്ടർ ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഞാൻ ആകെ പേടിച്ചു ഇക്ക. ആരാന്നാവോ എന്നെ വീട്ടിലേക്ക് വിളിച്ചിനു, ഇക്കാക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ്. നിന്നെ വിളിച്ചു പറഞ്ഞ ആളെന്നെ എന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് ആ ആളവിടെ? അയാൾ കുറച്ച് അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. അയാളെ നമ്പർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്കൊരു ദിവസം വീട്ടിലേക്ക് വിളിക്കാം. ഇക്കാക്ക് ഇപ്പോൾ ക്ഷീണമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല സബിയെ. ഈയും ഷെമീനാൻ്റെ പോലെ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാ. ഇക്ക ഇതുവരെ ഷെമീനത്താനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ, പിന്നെ ഷെമീനത്ത എങ്ങനെ മരിച്ചത് എന്നൊക്കെ. ഷെമീന കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമാണ് അവളെ കല്യാണം ആലോചിച്ചത്. വീട്ടുകാർക്കൊക്കെ സമ്മതമായിരുന്നു. എല്ലാവരും ഇഷ്ടപ്രകാരം തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മോളുണ്ടാവണത്. പിന്നെ ഞങ്ങളുടെ ജീവിതമൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഷമീനക്ക് അസുഖം ഉണ്ടാവണത്. ചെറിയ അസുഖങ്ങളൊന്നും അവൾ കാര്യമാക്കിയിരുന്നില്ല, ആരോടും പറയുകയും ചെയ്തിരുന്നില്ല. അവൾക്കൊന്നും അതിനൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോഴാണ് ക്യാൻസറാണെന്ന് അറിയണത്. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് വൈകിപ്പോയിരുന്നു. പിന്നൊരു 3-4 മാസം മാത്രമാണ് എൻ്റെ ഷമീന ജീവിച്ചിരുന്നത്. ഇക്കാനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലോകത്തൊരു ഭാര്യയും പറയാത്ത കാര്യമാണ് ഞാനീ പറയാൻ പോണത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്ക വേറൊരു കല്യാണം കഴിക്കണം, അത് സന്തോഷമായിട്ട് ജീവിക്കണം. അല്ലാതെ എൻ്റെ മരണശേഷം എന്നെ ഓർത്ത് വേദനിച്ചൊരിക്കലും ജീവിക്കരുത്. എനിക്ക് വാക്ക് തരണം, എൻ്റെ മരണശേഷം വേറൊരു കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. എന്താ ഷമീന ജി പറയണത്? അന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയില്ലേ? പിന്നെ നിൻ്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരിക എന്നുള്ളത് എൻ്റെ കടമയല്ലേ? അതുകൊണ്ട് നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നീ പറയണ പോലെയൊക്കെ ഞാൻ ചെയ്യാം. എന്താ എന്താ സമയം, എന്താ പറ്റിയത്? എന്താണെന്നറിയില്ല ഇക്ക, 2 ദിവസമായിട്ട് എന്ത് കഴിച്ചാലും ഛർദിക്കാണ്, പിന്നെ നല്ല ക്ഷീണമുണ്ട്. ആ നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ? ഡോക്ടറെ, ഞാൻ ഗർഭിണിയാവില്ല, എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നാണ് ഇതിന് മുമ്പുള്ള ഡോക്ടർ പറഞ്ഞത്.
അതിൻ്റെ പേരിലാണ് എനിക്ക് ഡൈവേഴ്സ് പോലും നടന്നത്. പിന്നെ ഇപ്പോൾ ഇത് അയ്യോ, ആരാണ് അങ്ങനെ പറഞ്ഞേ? പിന്നെ ഇയാളിപ്പോ എങ്ങനെ പ്രഗ്നന്റ് ആയി? ഇക്കാക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്. ഏയ് ഒന്നുമില്ല. പിന്നെ കുട്ടികളുണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ ഈ പ്രായത്തിൽ കുട്ടികളുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കുക? പിന്നെ മോളിപ്പോൾ എന്താ വിചാരിക്കുക? അതൊക്കെ ആലോചിക്കുമ്പോഴാ. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് എന്നറിയോ? എൻ്റെ വിഷമവും സങ്കടവും കണ്ട് പടച്ചോൻ തന്നതാണ് നമുക്ക് ഈ കുഞ്ഞിനെ. പിന്നെ മറ്റുള്ളവരെന്താ പറയണത്, നമ്മളെന്തിനാണ് നോക്കണത്? നമ്മുടെ ജീവിതമല്ലേ, അത് നമ്മളല്ലേ ജീവിക്കേണ്ടത്. നമ്മുടെ സന്തോഷം അതാണ് നമുക്ക് പ്രാധാന്യം, അല്ലാതെ മറ്റുള്ളവർ പറയണതല്ല. സാബിയെ, ഈ പറഞ്ഞതാ ശരി. മറ്റുള്ളവരെന്ത് വിചാരിക്കും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. ഞാനേ മോളെ വിളിച്ച് പറയട്ടെ എന്നാ. ആരാത്? ഷാനവാസോ? ഇരിക്ക്. ഞാൻ ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ്. നല്ല സമയത്താണ് ഷാനവാസ് വന്നത്. ഞങ്ങളിന്ന് നല്ല ഹാപ്പിയിലാണ്. കാരണം വൈഫ് പ്രഗ്നൻ്റാണ്. അതെ, കൺഗ്രാറ്റ്സ്. ഷാനവാസിൻ്റെ വൈഫിനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിളിക്കാം. സാബിയേ, സാബി. എന്താ ഇക്ക? സാബിയെ, ഈ അന്നിന്നെ ഹോസ്പിറ്റലിലാക്കിയ ആളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആ ആളെ. സാബിയെ, സുഖാണോ സാബിയെ? ഷാനുക്ക, എന്തിനാ സാബി കരയണേ? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? സാബി പറഞ്ഞ കഥയിലെ ഷാനുക്കയാണ് ഞാൻ. സാബി പറഞ്ഞ ഷാനുക്കയാണല്ലേ. സാബി പറഞ്ഞ് കുറേ അറിയാം എനിക്ക്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പിന്നെ വരാം. എന്നാൽ കാണാം. എന്താ ഷാനു? എവിടുന്നാ ജി ഓടിപ്പാഞ്ഞ് വരുന്നു? ഞാൻ സാബിനെ കണ്ടു. ഓള് ഗർഭിണിയാത്രേ. മാഷാ അല്ലാ, വെറുതെ അല്ല എൻ്റെ മൂത്ത് ഇത്ര സന്തോഷം. എത്ര നാളായി ഇഞ്ച് കുട്ടിൻ്റെ മൂത്ത് ഇങ്ങനെ സന്തോഷം കണ്ടിട്ട്. എന്നിട്ട് ഇജ്ജ് ഓലോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ലമ്മ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇഞ്ച കുട്ടി ഒരു കാര്യം ചെയ്യേ, സത്യങ്ങളൊക്കെ ഓലോട് തുറന്ന് പറഞ്ഞളാ. അല്ലെങ്കിൽ ഓലും ഇഞ്ച കുട്ടീനെ വെറുതെ തെറ്റിദ്ധരിക്കൂലേ? എന്നാ എല്ലാ കാര്യങ്ങളും ഓരോട് തുറന്ന് പറയാലേ. ഷാനുക്ക. ഋഷിതാക്കല്ലേ ഇവിടെ? ഇല്ല, ഇക്കപ്പോൾ പുറത്ത് പോയിട്ടുള്ളൂ. എന്നോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്താ ഷാനുക്ക? ഞാൻ നിന്നോട് വലിയൊരു നുണ പറഞ്ഞു. നിൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു ഞാനത് അങ്ങനെ പറഞ്ഞത്. സത്യത്തിൽ കുട്ടികളുണ്ടാവാത്ത പ്രശ്നം എനിക്കായിരുന്നു. പക്ഷേ നീ അതറിഞ്ഞാൽ എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം അത്രത്തോളം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്. ഇപ്പം നീ ഒരു ഉമ്മയാവാനും പോകണം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് അറിയാം നിനക്ക്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇക്ക, ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ എനിക്കറിയാം ഇക്കാക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഞാൻ ഇക്കാനെ വെറുത്തിട്ടില്ല. ഇതുവരെ എനിക്ക് ഇക്കാനെ മറക്കാനും പറ്റിയിട്ടില്ല. ഇക്കാനോടുള്ള സ്നേഹം ഇപ്പോഴും എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ഞാൻ പോട്ടെ. ഇതൊക്കെ എനിക്ക് റഷീദ് ഖാനോട് പറയണമെന്നുണ്ട്.
സാബിറ, ഡോക്ടർ വിളിക്കണ്ട് കേട്ടോ. സാബിറിന്റെ കൂടെ വന്നവരാരാ? ആ സാബിറ പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാണ്. മാഷാ അല്ലാ. ഹലോ, ആ ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡോക്ടർ, എന്തുണ്ട് ഇക്കാക്ക് പറ്റിയിരിക്കണത്? റഷീദിന് പാനിക് അറ്റാക്കാണ്. കുറച്ച് വൈകിട്ടാണ് ഇവിടെ എത്തിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പോയി കണ്ടോളൂ. ഇക്ക, സാബിയെ, ഈ വിഷമിക്കണ്ട. എനിക്ക് അവസാനമായിട്ട് ഷാനവാസിനൊന്ന് കാണണം. ഇക്ക, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം ഇങ്ങോട്ട് വരാന്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സാബിനെ വിധവയായിട്ട് ജീവിക്കാൻ സമ്മതിക്കരുത്. ഷാനവാസ് സാബിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിവിടുന്ന് സന്തോഷത്തോടു കൂടിയാണ് പോണത്. കാരണം എൻ്റെ ഷെമീനാൻ്റെ അടുത്തേക്കല്ലേ ഞാൻ പോണത്. ആ സാബിയെ, ഒന്ന് ചായ കൊടുക്കട്ടോ.